ഹായ് ഫ്രണ്ട്സ്, തൊല്ലതാണ്. ഇന്ന് നമ്മൾ കാണിക്കാൻ വന്നത് CNG വണ്ടിയാണ്. എനിക്കൊന്ന് വർഷങ്ങളോളം എടുക്കാതെ ഉപയോഗിക്കാതെ വെച്ച ഒരു വണ്ടി ടോ ചെയ്ത് കൊണ്ടുവന്ന വണ്ടിയാണ് കേട്ടത്. നോക്കുക, നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ്. സ്റ്റാർട്ട് ചെയ്യാൻ എങ്ങനെ കാണിച്ചു തരാം കേട്ടോ. എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ള പഴയ വണ്ടികളൊക്കെ ഉള്ള ആളുകൾ എങ്ങനെ ഇത് പ്രോപ്പറായിട്ട് സ്റ്റാർട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. നോക്കുക, വർഷങ്ങളോളം എടുക്കാതെ നിന്നിട്ടുള്ള ഒരു മുന്നത്തെ പോലെയൊക്കെ നമുക്ക് ഇതിപ്പോൾ ഞാൻ ഇഗ്നിഷൻ കോയിൽ കീ ഒന്നും വർക്കിംഗ് അല്ല, അതുകൊണ്ട് ഞാൻ ചവി ഡയറക്റ്റ് ചെയ്താണ് കേട്ടോ. ഈ 2 ലൈൻ ഡയറക്റ്റ് ചെയ്താണ്. നോക്കുക, ബ്ലാക്ക് റെഡ് ആൻഡ് റെഡ് ബ്ലാക്ക്. ഓക്കെ, ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നല്ല സേഫ് ആയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. കവറൊക്കെ കെട്ടി ഡെൽക്കോ പ്ലാറ്റിനം പോയിന്റിന്റെ ഡെൽക്കോ കവറൊക്കെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്തായിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നത് കറണ്ട് സപ്ലൈ ഉണ്ടോന്നാണ് കേട്ടോ. ബാറ്ററി വേറെ വെച്ചതാണ്, കവർ അയക്കുകയാണ്. ഇപ്പോൾ കഴിയുന്നതും പഴയ വണ്ടികൾക്ക് ഇതേമാതിരി ഡെൽക്കോ കവർ ഏറ്റവും നല്ലത് കിട്ടുക. കാരണം പ്ലാസ്റ്റിക്കിന്റെ മറ്റേത് എന്തെങ്കിലും ടച്ചിങ് വന്നു കഴിഞ്ഞാൽ ചില സമയത്ത് ഡെൽക്കോ വയറ് ടച്ചിങ് വന്നു കഴിഞ്ഞാൽ ഒരു ഷോർട്ട് ആകുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടാകുന്നത്. കഴിയുന്നതും തന്നെയാണ് നല്ലത്. മറ്റാണ് ഭംഗിയെങ്കിൽ ഇതാണ് നല്ലത് കേട്ടോ, സേഫ്റ്റി. ഇത് വെച്ചതിൻ്റെ മുകളിൽ കവർ ഇട്ടാൻ കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ നോക്കുന്നത് ഓക്കെ അല്ലേ, ഇതുവരെയുള്ള കറണ്ട് ഓക്കെയാണ്. ഇനി അത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് സാധാ പ്ലഗ് അഡാപ്റ്റർ ആണ്, ഹീറോണ്ട ടൈപ്പാണ്. ഇനി ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് കറണ്ട് ഇവിടെ വരുന്നത് നോക്കാം. ഓക്കെ, ഇവിടെ ഓക്കെയാണ്. ഇനി നമ്മൾ നോക്കണ്ടേ, പിന്നെ ചെറിയ രൂപ. ഇനി നമ്മൾ കിക്ക് ചെയ്യുമ്പോൾ കറണ്ട് വരുന്നത് നോക്കണം. കറണ്ട് ഓക്കെ ആക്കിയിട്ട് വേണം പെട്രോൾ വേറെ കൊടുക്കാൻ, ലൈനിൽ വേറെ കൊടുത്ത് നോക്കാൻ കേട്ടോ. ഇനി കിക്ക് ചെയ്യാൻ വരുന്ന നോക്കാം. കറണ്ട് കിക്ക് ചെയ്യുമ്പോൾ കറണ്ട് വരുന്നുണ്ട്. ഇപ്പോൾ പ്ലാറ്റിനം പോയിന്റ് ഇവിടെ കോണ്ടാക്ട് സെറ്റ് ഒന്നും കുഴപ്പമില്ല. പെട്രോളിന്റെ സ്ഥിതി നോക്കട്ടെ. പെട്രോൾ അടുത്ത് ഒഴിച്ചതാണെന്നൊക്കെ പറഞ്ഞു. ഒരു ബാഡ് സ്മെല്ലുണ്ട്, എന്നാലും നോക്കാം. പെട്രോൾ ഓക്കെയാണ്, കറണ്ട് ഓക്കെയാണ്. ഇനി 2 കിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് ആയിട്ടില്ലെങ്കിൽ സ്പാർക്ക് പ്ലഗ് അയക്കുള്ളൂ കേട്ടോ. നമ്മൾ ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാരണം വെച്ചാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഡിസ്മാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ എഞ്ചിന്റെ വർക്ക് ഉണ്ടോ ഒന്നും പറഞ്ഞിട്ടില്ല, റിസ്റ്റോർ ചെയ്യാൻ കൊണ്ടുപോകുന്നതാണ്. എഞ്ചിന് ഏതെങ്കിലും സൗണ്ടോ കാര്യങ്ങളോ എന്തോ ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും സൗണ്ട് ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് വേണം നമുക്ക് കാര്യങ്ങൾ അയച്ചിട്ട് കൈകാര്യം ചെയ്യാൻ. കംപ്രഷൻ ഇല്ല. ആദ്യം വേറെ ശ്രദ്ധിക്കാണ്ട് ഈ ത്രോട്ടിൽ പൊക്കുക. മിക്കവാറും പഴയ വണ്ടികളൊന്നും വലിയൊരു വിഷയമായിട്ട് ത്രോട്ടിൽ ഇങ്ങനെ പിടിച്ച്, അതായത് ആ ഒരു സ്ലൈഡർ മുകളിൽ പോയി പിടിച്ചെടുക്കും. അപ്പം ത്രോട്ടിൽ പിടിക്കാൻ നമുക്ക് ഇതിങ്ങനെ ഫ്രീ ആയിട്ട് കറങ്ങി തിരിച്ചിട്ട് ഇതുണ്ടാവില്ല. അപ്പം അല്ലേ, ഇത് നമ്മൾ കറക്കി വിടുന്ന സമയത്ത് ഇവിടെ പോയിട്ട് തട്ടുന്ന ശബ്ദം വേണം കേട്ടോ. ശരിക്ക് നോക്കുക, കാർബറേറ്ററിൽ ഇറങ്ങുന്ന ആ ശബ്ദം കണ്ടില്ല. ആ ശബ്ദം വരുമ്പോൾ നല്ല നോക്കണം, അല്ല വെറുതെ അടിക്കരുത്. ഇപ്പോൾ CNG പഴയ വണ്ടി ഏത് വണ്ടിയാണെങ്കിലും ത്രോട്ടിൽ കൊടുത്തിട്ട് ഇത് റിട്ടേൺ വരുന്നോ നോക്കണം. ആദ്യം സ്റ്റാർട്ട് ആകാത്ത അവസരങ്ങൾ ആദ്യം നോക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഇത് മുകളിൽ പോയി പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല കേട്ടോ.
സ്റ്റാർട്ടായി. അപ്പൊ എഞ്ചിന് വലിയ വിഷയമൊന്നുമില്ല. ഒരു ഗൈഡിന്റെ ചെറിയൊരു അടിയുണ്ട്, വാൽവ് ഗൈഡിന്റെ ചെറിയൊരു അടി സൗണ്ട് ശബ്ദമുണ്ട്. അപ്പം ഇതിന് വേറെ വിഷയമൊന്നുമില്ല. കംപ്ലീറ്റ് അയക്കുക, റീസെറ്റ് ചെയ്യുക, റീപെയിന്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിനനുസരിച്ച് ക്യാമ്പിന് ചെറിയ പ്ലേ ഉണ്ടെങ്കിൽ അതൊന്ന് റെഡിയാക്കും. പിന്നെ വാൽവ് ഗൈഡ് നോക്കണം, വാൽവ് ഹെഡ് ഒന്ന് അയച്ചു നോക്കണം. ഏതായാലും ഹെഡും സിലിണ്ടറും ഒന്ന് അയച്ചു നോക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും നിർത്തിയിട്ട് വണ്ടി ആയതുകൊണ്ടേ ചിലപ്പം സിലിണ്ടർ ബോർ പോകാൻ സാധ്യത കൂടുതലാണ്. അപ്പം മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ട് ഞാൻ ബോർ കംപ്ലൈൻറ്റ് ആവാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹെഡ് ഹാഫ് എഞ്ചിൻ എന്തായാലും ഓപ്പൺ ചെയ്യും. ക്രാങ്ക് കുഴപ്പമൊന്നുമില്ല. ഈ സൈഡൊക്കെ എന്തായാലും അയക്കുന്നത് തന്നെയാണ്. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിലാവും. അപ്പം എത്ര പഴകിയ വണ്ടിയാണെങ്കിലും പഴയ CI എഞ്ചിൻ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്ത് എടുക്കാം കേട്ടോ. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഓരോ നിർത്തി കഴിഞ്ഞാൽ സിലിണ്ടറിനുണ്ടാകുന്ന ഏറ്റവും വലിയ വിഷയം എന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിച്ച് സ്മോക്ക് വരിക എന്നുള്ളതാണ്. അതേമാതിരി വലിയ വിഷയമാണ് ബ്രീത്തറിലൂടെ ഓയിൽ വരിക എന്നുള്ളതാണ്. ശ്രദ്ധിക്കണം, ബ്രീത്തറിലൂടെ നല്ല ഓയിൽ തിരിച്ചടിക്കും. കാരണം റിട്ടേൺ വലിക്കില്ല ഓയിൽ സ്ലഡിച്ച് അടിയിൽ അടിഞ്ഞു കൂടി കിടക്കുന്ന റിട്ടേൺ വാൽവ് ബ്ലോക്കായി കിടക്കും. ഇപ്പോൾ ക്രാങ്കിലേക്ക് വരുന്ന ഓയിൽ തിരിച്ചു പോകുന്ന സമയത്ത് ബ്രീത്തറിലൂടെ നല്ല ഓയിൽ അടിക്കും. ചില വണ്ടികൾ കുറച്ച് കഴിയും ഇതിലൂടെ ചെറുങ്ങനെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ചില ഓയിൽ കുറച്ച് ഓടി കഴിഞ്ഞാൽ നിൽക്കും കേട്ടോ. ഓടിക്കാൻ നിന്നില്ലെങ്കിൽ മാത്രം നോക്കിയാൽ ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഓയിൽ സ്ലഡിച്ചൊക്കെ ഒന്ന് ചൂടാണ് സമയത്തൊക്കെ ഒന്ന് പിന്നെ മെൽറ്റായിട്ട് ഓപ്പൺ ചെയ്ത് തിരിച്ച് കയറിപ്പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഓയിൽ പോയി നിൽക്കും. അതല്ല എങ്കിൽ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടി വരും. ഏതായാലും എഞ്ചിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഇതിന്റെ മെയിൻ ഒരു വിഷയമായിട്ട് തോന്നുന്നത് ഫ്രണ്ട് ഒന്ന് ഇരുന്ന് കിടക്കുന്നുണ്ട് വണ്ടി ഒരു ഫ്രണ്ട് ശ്രദ്ധിച്ചാൽ അറിയും, ഫ്രണ്ട് ഒന്ന് ഇരുന്നിട്ടുണ്ട്. ആ ഷോക്ക് അബ്സോർബർ ശരിക്കും വർക്കിംഗ് അല്ല. അതിന്റെ സ്പ്രിങ് പോയിട്ടുണ്ട്, സ്പ്രിങ് വീക്ക് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ പോയിട്ട് പിടിച്ച് കിടക്കുകയാണ്. ഇത് നോക്കുക, നമ്മൾ അയക്കുന്നതിന് മുമ്പേ അതൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം. ഫ്രണ്ട് ഒന്ന് ഇരുന്ന് കിടക്കുകയാണ് വണ്ടി. അപ്പൊ ഇതേമാതിരി 2-3 വർഷം ആയിട്ട് നിർത്തിയിട്ടൊരു വണ്ടി ഉണ്ട്. അതേ വീട്ടിൽ കൊണ്ടുപോയിട്ടുണ്ട്. അതിപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. വർക്ക് ചെയ്യാത്ത വണ്ടി. അപ്പോൾ ഒഴിവില്ലാത്തതുകൊണ്ടാണ്. ഇതും കുറച്ചായി. ഇപ്പോൾ പെരുന്നാളാകുമ്പോൾ കൊടുക്കണം. പെരുന്നാളാകുമ്പോഴേക്കല്ല, മെയ് വെക്കേഷനിലേക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. ഞാൻ ശ്രമിക്കുകയാണ്. ഏതായാലും കുറച്ച് വീഡിയോ വേണം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.